ഹലോ എവ്രി വൺ, ദിസ് ഇസ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. നമ്മളിപ്പം ലിവിംഗ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ന്യൂ നോർമൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ലിവിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി നിങ്ങൾ ഒരു ലിവിംഗ് റിലേഷൻഷിപ്പിലോട്ട് മൂവ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് പല ചതിക്കുഴികളും ഉണ്ട്. ഒരാളെ മറ്റേ ചതിക്കുന്നത് നമ്മൾ ബേസിക്കലി കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ മെയിനായിട്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ആവേശത്തിന്റെ പുറത്ത് നിങ്ങൾ എടുത്ത് ചാടി ലിവിംഗ് റിലേഷൻഷിപ്പിലോട്ട് പോവുകയാണെന്ന് വിചാരിക്കും. അതിനുശേഷം ഈ പറയുന്ന മെയിൽ പാർട്ട്ണർ ഫീമെയിൽ പാർട്ട്ണറെ ഇട്ടിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താ വെച്ചാൽ, ഈ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആണെങ്കിൽ പിന്നെ ഇന്നത്തെ സൊസൈറ്റിയിൽ ആ പെൺകുട്ടിക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, ഈ പെൺകുട്ടിയും ചെറുക്കനും കൂടി ഒളിച്ചോടി പോയിട്ടാണ് ലിവിംഗ് റിലേഷൻഷിപ്പിലോട്ട് നീങ്ങുന്നതെങ്കിൽ പോലീസ് എൻക്വയറി ഉണ്ടാവുകയും ഈ പെൺകുട്ടീനെ കോടതിയിൽ ഹാജരാക്കാൻ നേരത്തെ എന്നെ ഫോഴ്സ്ഫുള്ളി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതാണ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ പെട്ടുപോകുന്ന ആരാണ്? ഈ ചെറുക്കനാണ് അല്ലെ. എല്ലാം വിശ്വസിച്ച് ഒരുമിച്ച് പോകാം എന്ന് പറയുന്ന ഈ ചെറുക്കനാണ് പിന്നെ പെട്ടുപോകുക അല്ലെ. അപ്പം അതുപോലെ തന്നെ കണ്ടുവരുന്ന കാര്യമാണ്, പെൺകുട്ടി പോയിട്ട് ഇയാളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു, എന്നെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോലീസിന് പോയി കംപ്ലൈന്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടുവരാറുള്ള കാര്യമാണ്. സോ ബേസിക്കലി നിങ്ങൾ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലോട്ട് മൂവ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലിവ് ഇൻ അഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഈ അഗ്രിമെന്റിൽ നിങ്ങൾ പരസ്പര ധാരണയോട് കൂടിയാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് ഇൻവോൾവ് ആയതെന്നും അതുപോലെ തന്നെ ഇതൊരു ഫോഴ്സ്ഫുള്ളി ഉള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലാന്നും പരസ്പരം സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ ഒരു റിലേഷനിലോട്ട് നീങ്ങുന്നതെന്നും അതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമാണെന്നും അതുപോലെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഫാദറിന്റെ പ്രോപ്പർട്ടിയിൽ ഇന്ന റൈറ്റ്സ് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ ഒരു അഗ്രിമെന്റിൽ എഴുതി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ രണ്ട് കക്ഷികളും, അതായത് ഈ പറയുന്ന മെയിൽ പാർട്ട്ണറും ഫീമെയിൽ പാർട്ട്ണർക്കും ഇതിൽ സൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ രണ്ട് വിറ്റ്നസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് നോട്ടറൈസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. സോ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഒരു ലിവിംഗ് റിലേഷൻഷിപ്പിൽ നമ്മളുടെ സേഫ്റ്റി നമ്മൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഒരിക്കലും ഇതൊരു ലിവിംഗ് റിലേഷൻഷിപ്പിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ സേഫ്റ്റി പറഞ്ഞു തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ.